രാവിലെ കുറച്ച് നേരത്തെ എണീക്കുകയാണെങ്കിൽ എല്ലാ വീട്ടമ്മമാർക്കും നമുക്ക് വളരെ വേഗത്തിൽ പണികൾ തീർക്കാം കേട്ടോ. കുറച്ച് നേരത്തെ ഇപ്പൊ നിങ്ങൾ 6 മണിക്ക് എണീക്കുന്നെങ്കിൽ ഒന്ന് 5:30 ആക്കിക്കോളൂ, അല്ലെങ്കിൽ 5 മണിക്ക് ആക്കി എഴുന്നേറ്റ് നോക്കൂ. ഒത്തിരി സമയം നമുക്ക് കിട്ടും. നമുക്ക് വേറെ ടെൻഷൻ ഇല്ല, ആ സമയത്ത് വേറെ ഫോൺ കോളുകൾ വരുന്നില്ല, നമ്മുടെ വീട്ടിലേക്ക് ആൾക്കാർ വരുന്നില്ല. ആ നേരത്ത് നമുക്ക് കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് നമുക്ക് വീട്ടിലെ സകല ജോലികളും ചെയ്യാൻ പറ്റും. ഒന്ന് കുളിച്ചിട്ടും കൂടിയേ ചെയ്യുന്നെങ്കിൽ ആഹാ അടിപൊളിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് ശീലങ്ങൾ ലൈഫിലേക്ക് കൊണ്ടുവന്ന ശേഷമാണ്, പെട്ടെന്നൊന്നുമല്ല, ഒന്നിച്ചുമല്ല, പയ്യെ പയ്യെ രാവിലെ എഴുന്നേറ്റ്, സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ കുളിക്കാണ്ട് തന്നെയായിരുന്നു ഡയറക്റ്റ് കിച്ചണിലേക്ക് കയറിയിരുന്നത്. പിന്നെ പിന്നെ മനസ്സിലാക്കി ഒന്ന് കുളിച്ചിട്ട് കയറി കഴിഞ്ഞാൽ കുറച്ച് ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വല്ലാണ്ട് നല്ല കൂളായിട്ട് രാവിലെ എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ഫോൺ കോൾസ് വരാനില്ല, നമ്മുടെ വീടുകളിലേക്ക് വേറെ ഗസ്റ്റ് വരാനില്ല, നമുക്ക് വേറെ ശല്യങ്ങളില്ല, വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, ചിന്തയിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. രാവിലത്തെ ഉള്ള ആ ഒരു തിരക്ക് മാത്രം. അപ്പൊ അത് മാത്രമായിക്കൊണ്ട് നമുക്ക് നമ്മുടെ ജോലികൾ ഭയങ്കര കാം ആൻഡ് കൂളായിട്ട് ചെയ്യാൻ സാധിക്കും. കുറച്ചങ്ങ് വൈകിട്ടാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ, ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇരുട്ട് കണ്ട് എഴുന്നേൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര സന്തോഷമാണ്. വെട്ടം വെച്ച് പോയിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങോട്ട് ഒരു വല്ലാത്തൊരു കത്തലാണ്. ചില ദിവസം നമ്മളിങ്ങനെ എന്തെങ്കിലും വയ്യായ്ക ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ നമുക്ക് മന്ത്ലി പീരീഡ്സ് ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഉറങ്ങിപ്പോവും. ചിലപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ ക്ഷീണിച്ച് ഉറങ്ങിപ്പോവും. അപ്പോൾ ഈശ്വര രാവിലെ ഒരു 6:30 നല്ല വെട്ടമൊക്കെ ഇട്ട് എണ്ണിക്കണമെങ്കിൽ എനിക്ക് വെപ്രാളാണ്. എന്താ ചെയ്യണ്ടേ, എന്താ കാണിക്കണ്ടേ, ഐഡിയ ഉണ്ടാവും, പക്ഷെ ഒന്നും ഇങ്ങോട്ട് കഴിയത്തില്ല. അപ്പോൾ കുറച്ച് നമ്മളൊന്ന് ടൈമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് നേരത്തേക്ക് ഒന്ന് കിടന്നുറങ്ങി. അപ്പോൾ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് രാവിലെ ഒത്തിരി സമയം നമുക്ക് കിട്ടും. നമുക്ക് രാവിലെ തന്നെ, എനിക്ക് ഓൾമോസ്റ്റ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 മണിക്കുള്ളിൽ തന്നെ എല്ലാ ജോലിയും കഴിഞ്ഞ് അടുക്കളയിൽ നിന്ന് ഇറങ്ങാം. പിന്നെ എനിക്ക് യൂട്യൂബിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളും നോക്കാം. പിന്നെ ഞങ്ങൾക്ക് അപ്പുറത്തൊരു ആൻറ്റി ഉണ്ടല്ലോ, കുറച്ച് പ്രായമായതാണ്, അപ്പോൾ അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. എനിക്ക് അങ്ങനെ ഒത്തിരി സമയം കിട്ടും. അപ്പോൾ രാവിലെ തന്നെ കട്ടൻ ചായ ഉണ്ടാക്കിയത് ആൻറ്റിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആൾക്ക് രാവിലെ കട്ടൻ ചായ നിർബന്ധമാണ്. അപ്പോൾ മധുരമൊക്കെ ഇട്ട് ചായയൊക്കെ കൊണ്ടേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തലേ ദിവസത്തെ ചോറ് കുറച്ചുണ്ടായിരുന്നതാണ്, വൈകിട്ട് വെച്ച ചോറാണ്, കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അരി. ഞാൻ എപ്പോഴും ചോറ് അധികം വരുമ്പോഴത്തേനും രാവിലെ 2 ദിവസം അടുപ്പിച്ച് ചോറായിരുന്നു. അപ്പോൾ പറഞ്ഞു, ഇപ്പം ചോറ് വേണ്ടാട്ടമ്മ രാവിലെ പലഹാരം എന്തെങ്കിലും ഉണ്ടാക്കിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ തലേ ദിവസത്തെ ചോറ് കുറച്ചുണ്ടായത് നന്നായിട്ട് കഴുകി അവിടെ തിളക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കത് ഊറ്റിയെടുക്കാം. ഞാൻ ആ ഭിത്തിയിലല്ലോ നമ്മുടെ ഡോർമേൽ ആ ബൈബിൾ കോട്ട് എഴുതിയത് കാണിച്ചു തന്നാണ് കേട്ടോ. ഭയങ്കര സമാധാനമാണ് അങ്ങനെ കണ്ടിട്ട് എഴുന്നേറ്റ് വരുമ്പോൾ. പിന്നെ ഞാനിപ്പോൾ 2 ദിവസമായിട്ട് പുറത്ത് അടപ്പ് വെച്ചിട്ടാണ് ഫുഡൊക്കെ റെഡിയാക്കുന്നത്. ചോറ്, പിന്നെ കുടിക്കാനുള്ള വെള്ളം, ഈ 2 കാര്യങ്ങൾ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ കുളിക്കാനുള്ള വെള്ളവും അതുപോലെ തന്നെയാണ്. അപ്പം നമുക്ക് ഗ്യാസ് കാരണം 30 ദിവസമൊക്കെ ഗ്യാസ് നിൽക്കണമെന്ന് എൻ്റെ അമ്മേ നെഞ്ചിടിക്കുകയാണ് ആലോചിക്കുമ്പോൾ. അപ്പോൾ രാവിലെ ഇന്ന് പലഹാരമാണ്, പൊൻകതിരിൻ്റെ പുട്ടുപൊടിയാണ്. പുട്ടുപൊടിയല്ല കേട്ടോ, ഇടിയപ്പപ്പൊടിയാണ്. എപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡാണ് കേട്ടോ പൊൻകതിര്. കാരണം നമുക്ക് പെട്ടെന്ന് നമ്മുടെ പണികൾ കഴിയും. അതിൽ അവർ എഴുതി വെച്ചിരിക്കുന്ന പോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസിയാണ്. പിന്നെ നമ്മുടെ വക എന്തെങ്കിലും പൊടിക്കൈകളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്താൽ പെർഫെക്റ്റ് ആണ്. എനിക്ക് വേറെ ഏതൊരു പൊടി എടുത്ത് ചെയ്യുന്നതിനേക്കാളും എനിക്ക് ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് പൊൻകതിർ വെച്ച് ചെയ്യുമ്പോഴാണ്. സ്പെഷ്യലി പുട്ടുപൊടി. ഇടിയപ്പപ്പൊടിയിൽ ഇപ്പോൾ നന്നായിട്ട് തിളപ്പിച്ച വെള്ളം ഒഴിച്ചിട്ട് ഞാൻ റെഡിയാക്കി എടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ചാനൽ കയറിപ്പോയത് തന്നെ ഒരു വൈറലായൊരു ഇടിയപ്പത്തിൻ്റെ പേരിലാണ്. 300 സംതിങ് മാത്രമായിട്ട് നല്ല സ്റ്റക്കായിട്ട് നിന്ന ചാനൽ സത്യം പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ടും. പിന്നെ ഒരു ഇടിയപ്പത്തിന്റെ വീഡിയോയൊക്കെ വന്നപ്പോഴാണ് ഒന്ന് വൈറലായിട്ട് അങ്ങോട്ട് കയറിപ്പോയത്. നമ്മൾ സാധാരണ അരി പൊടിപ്പിച്ചിട്ട് ചെയ്യുന്ന ഇടിയപ്പമാണെങ്കിലും നന്നായിട്ട് വരും, പക്ഷെ ഇത് കുറച്ചും കൂടി നല്ലതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും, നല്ല പതുത്ത ഇടിയപ്പമായിട്ടിരിക്കും. അപ്പോൾ ഇടിയപ്പത്തിന്റെ മാവൊക്കെ അവിടെ നല്ല തിളച്ച വെള്ളത്തിൽ കുഴച്ച് വെച്ചിട്ടുണ്ട്. തലേ ദിവസം ഗ്രീൻ പീസ് ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഞാൻ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് കുക്കറിൽ വേവാൻ വേണ്ടി കുറച്ച് മഞ്ഞളും ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചോറ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ തിളച്ച ചോറ് എങ്ങനെയാണ് ചേച്ചി സെപ്പറേറ്റ് ഊറ്റിയെടുക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആ ഒരു ഊറ്റുപാത്രം ഉണ്ടല്ലോടാ, ആ പാത്രത്തിലേക്ക് ഈ തിളച്ച ചോറ് അല്ലെങ്കിൽ ആ വെള്ളത്തെ പടം ഞാൻ അങ്ങോട്ട് കമത്തി ഒഴിക്കും. അപ്പോഴേക്കും അതിലേക്ക് താഴെ വന്ന് വീണോളൂ. ഞാനിത് ഷമീസ് കിച്ചണിലാണ് കേട്ടോ ഈ ഒരു പാത്രം ഞാനിങ്ങനെ കണ്ടത്. അങ്ങനെ കണ്ടതിന് ശേഷമാണ് എന്നതൊന്ന് മേടിച്ചാലോ എന്ന് കരുതി ഞാനിത് മേടിച്ചത്. പക്ഷെ എനിക്കത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ചോറ് വാർക്കാൻ മാത്രമല്ല, എനിക്ക് എന്തെങ്കിലും പച്ചക്കറിക്ക് ഇങ്ങനെ വെള്ളം വാർന്നു പോകാനോ അങ്ങനെയൊക്കെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇത് എന്താണ് നമ്മുടെ ഗ്രീൻ പീസ് അട്ടാണി, ചില സ്ഥലത്ത് പട്ടാണി എന്ന് പറയും കേട്ടോ, അതൊക്കെ അവിടെ റെഡി ആവുന്നുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ കത്തിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ മൈ വേ ബൈ കല്യാണി എന്ന് പറഞ്ഞ ചാനലിലാണ്
ഈ ഒരു ടിപ്പ് കണ്ടത്. അതായത് ഷോർട്സിൽ കണ്ടത്, ആള് ടിപ്പായിട്ടൊന്നും പറഞ്ഞതല്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കുട്ടിയുടെ വ്ളോഗ്. അപ്പോൾ അതിലിങ്ങനെ കണ്ടതാണ്, ചിരട്ട വെച്ച് കത്തിച്ച്. ഇപ്പം നമുക്ക് മണ്ണെണ്ണ ഇല്ലെങ്കിൽ തീ പിടിപ്പിക്കാൻ ഭയങ്കര പാടാല്ലേ, പക്ഷെ ഈ ഒരു വഴി അടിപൊളിയാണ് കേട്ടോ. ഒരു ചിരട്ട ഇങ്ങനെ വെച്ച് കത്തിച്ചിട്ട് അതിന്റെ മീതെ ഇങ്ങനെ 3-4 ചിരട്ട വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പുറകെ കുറച്ച് വിറകും വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല അസലായിട്ട് തീ പിടിച്ച് കിട്ടും. അടിപൊളിയാണ്. അപ്പൊ മണ്ണെണ്ണ ഇല്ലാത്തൊരു വിഷമിക്കേണ്ട ഇങ്ങനെ ചെയ്തോളൂ. പിന്നെ എന്റെ ഈ ഒരു സെറ്റപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അധികം സ്ഥലമൊന്നുമില്ല, കുറച്ചുള്ളൂ. പുറകിലേക്ക് വെക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വാഴയും ചെടിയൊക്കെ നട്ടേക്കുന്നതുകൊണ്ട് നിലത്ത് വെക്കുക പോസിബിൾ അല്ല. മണ്ണിന് ചൂട് തട്ടുമ്പോഴത്തേനും ചെടികളൊക്കെ വാടിപ്പോവും. അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു ചെറിയൊരു ഒരു അലക്കലിന്റെ പൊക്കത്തിലൊരു ഇതുപോലെ കെട്ടിയ ശേഷം വേണം അവിടെ അടുപ്പൊക്കെ സെറ്റ് ചെയ്യാൻ. അപ്പൊ ഞാൻ ഇവിടെ നമ്മുടെ ആ അടുക്കളയുടെ ഇടനാഴിയിൽ തന്നെ കുറച്ച് സ്ഥലമുള്ളൂ, അവിടെയാണ് ഞാൻ ആ അടുപ്പ് വെച്ചിരിക്കുന്നത്. ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല കേട്ടോ, പക്ഷെ നമുക്കുള്ള സൗകര്യത്തിനല്ലേ നമുക്ക് ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തെടുക്കാണ്. അപ്പൊ ഇതാ ഇടിയപ്പത്തിന്റെ മാവൊക്കെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. അതൊക്കെ തേച്ച് കൂട്ടി സേവനാഴിയിലിട്ട് തിരിച്ചു മറിച്ചൊക്കെ എടുക്കുകയാണ്. എനിക്കിപ്പോ ഈ പൊൻകതിറിന്റെ പൊടി ആയതുകൊണ്ട് തന്നെ ഭയങ്കര എളുപ്പത്തിൽ എനിക്ക് തിരിച്ചും എടുക്കാൻ സാധിക്കും കേട്ടോ. വേറെ ഇപ്പൊ നമ്മൾ വീട്ടിലൊക്കെ തിരിക്കുന്ന പൊടി ഉണ്ടാക്കിയെടുക്കുന്ന പൊടിച്ചെടുക്കുന്ന പൊടിയാണെങ്കിൽ ഭയങ്കര ഒരു ഹാർഡ്നെസ് എനിക്ക് ഫീൽ ചെയ്ത്. ചിലപ്പോൾ എൻ്റെ മാത്രം തോന്നലാവാം, പക്ഷെ എനിക്ക് അങ്ങനെയാണ് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. പിന്നെ നമുക്കിതാ ഗ്രീൻ പീസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് സവാളയും പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയും കൂടി വേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട്, വേപ്പില ഇട്ടില്ല കേട്ടോ, ഇല്ല വേപ്പില ഇട്ടു, ഒക്കെ കൂടി വാടാൻ വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഇടിയപ്പം അവിടെ നന്നായിട്ട് റെഡിയായി വെന്ത് വന്നിട്ടുണ്ട്. നല്ല അസലായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടു ആ ഒരു ഇത്ര വെട്ടം എന്താണെന്നറിയാമോ, നമ്മുടെ തൊട്ടടുത്തൊരു വർക്ക്ഷോപ്പ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ വർക്ക്ഷോപ്പില് ഡ്രസ് വർക്കിംഗ് നടക്കുകയാണ്. കഴിഞ്ഞ മഴയത്തെ കാറ്റിന് അവിടുത്തെ ഷീറ്റൊക്കെ കുറെ എന്തോ ഡാമേജ് സംഭവിച്ചു. അപ്പൊ അവിടുത്തെ ആ ഫുൾ ഷീറ്റ് മാറ്റി അവരിപ്പോ ഇങ്ങനെ ഇത് മാത്രമാക്കി വെച്ചേക്കാണ്. അപ്പൊ നല്ല വെട്ടമാണ്, ഉദിക്കുന്ന ആ വെട്ടം നല്ല അസലായിട്ട് നമ്മുടെ കിച്ചണിലേക്ക് കിട്ടും. അതാണ് ഇത്ര ഇതില് കാണുന്നത് കേട്ടോ. അപ്പൊ ഞാൻ അവിടെ അടുത്ത സെറ്റ് ഇടിയപ്പം കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ തീ കുറച്ചിട്ടാണ് നമ്മുടെ ചോട്ടിനെ പഠിപ്പിക്കാൻ. ഇതാ അപ്പൊ എന്താണ് പന. വെരി ഗുഡ്. ഇതെന്താ? വെരി ഗുഡ് വെരി ഗുഡ്. ഇതാ മിടുക്ക. ഇനി ഞാൻ ചോദിക്കട്ടെ, ആ വരുന്ന 4 വാക്ക്. പിന്നെ ആ വരുന്ന 4 വാക്ക്. ആ വരുന്ന 4 വാക്ക്. ആപ്പിൾ. ഓക്കെ. പിന്നെ കറി തൂക്കിയിടുന്ന, ഭക്ഷണം സൂക്ഷിക്കുന്ന സാധനം. ഋഷിക്ക് സന്യാസിക്ക് പറയുന്ന മറ്റൊരു പേര്. പിന്നെന്തായിരുന്നു? മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന സാധനം. പിന്നെ പാൽ തരുന്ന മൃഗം. കരയിലെ ഏറ്റവും വലിയ ജീവി. കരയിലെ ഏറ്റവും വലിയ ജീവി ആന. ഇംഗ്ലീഷിലോ മലയാളത്തിലും? മലയാളത്തിൽ പറയണം. എലിഫന്റ് എന്താ ഇംഗ്ലീഷിൽ പറയണേ? മാനല്ല, ആന. പിന്നെ വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ജീവി. ഓക്കെ, വെരി ഗുഡ്. എടുത്തു വെച്ചോട്ടെ ബാഗിൽ. ബോക്സിൽ പെൻസിൽ എല്ലാ കാര്യങ്ങളും എടുത്തു വെക്കണം കേട്ടാ, എന്നിട്ട് കുളിപ്പിക്കാൻ വെക്കണം. എല്ലാം ഉണ്ടാ? ഓക്കെ. അങ്ങനെതാ ജോക്കുട്ടനെ എല്ലാ ദിവസവും വായിപ്പിക്കും കേട്ടോ. കാരണം വായിച്ചില്ലെങ്കിൽ ശരിയാവത്തില്ല. അപ്പൊ ഞാൻ സിമ്മിൽ വെച്ചിട്ടാണ് നമ്മുടെ തക്കാളിയൊക്കെ വാട്ടാൻ വെച്ചിട്ട് അവനെ പറഞ്ഞു കൊടുക്കാൻ പോയില്ല. അവൻ അവിടെ തന്നെ അടുക്കളയിലേക്ക് വന്നു. അപ്പൊ അങ്ങോട്ട് നീങ്ങിയപ്പത്തിന് കരിഞ്ഞു പോകണ്ടെന്ന് കരുതി ഞാനത് സിമ്മിൽ വെച്ചിട്ടാണ് പോയത്. അപ്പൊ നമ്മുടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ട് നമ്മുടെ സവാള ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അതിലേക്ക് വേണം നമ്മൾ നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഗ്രീൻ പീസ് എന്ന് അല്ലെങ്കിൽ അട്ടാണി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇപ്പോൾ എന്താ പറയുക, ഇപ്പൊ നമുക്ക് പുഴുങ്ങിയിട്ട് നമുക്ക് അട്ടാണി കിട്ടില്ല, അതിനെയാണോ ഗ്രീൻ പീസ് എന്ന് പറയുന്നത്? ഞാൻ രണ്ടും പറയും കേട്ടോ. നമുക്കിപ്പോൾ വലിയ അന്താരാഷ്ട്ര പ്രശ്നമൊന്നുമല്ലല്ലോ, എന്നാൽ നമുക്ക് അട്ടാണി എന്ന് പറയാം. അപ്പൊ അട്ടാണി നന്നായിട്ട് വേവിച്ചത് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ഒരു അരമുറി തേങ്ങാപ്പാല്
നന്നായിട്ട് നാളികേരത്തിന്റെ പാൽ അരച്ചത് അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ അരയ്ക്കാണ്ട് നല്ല കരിക്ക് പരുവത്തിലുള്ള തേങ്ങയൊക്കെ ആണെങ്കിൽ നമുക്കിത് പാലെടുക്കാണ്ട് അരച്ചിട്ടിടാം, അപ്പോഴും നല്ല ടേസ്റ്റാണ്. അപ്പം നല്ല തിക്കായിട്ടിരിക്കും, നല്ല നല്ല കുറുകിയ കറിയായിട്ടിരിക്കും. പാലൊഴിക്കുമ്പോഴും അങ്ങനെ തന്നെ, പക്ഷെ അരച്ചിട്ട് ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല തിക്കായിട്ടിരിക്കും. എന്നിട്ട് ഇതാ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് മല്ലിച്ചെപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലേ ദിവസം നമുക്ക് രാത്രി വെച്ച കറിയുടെ കുറച്ച് ബാക്കിയാണ്. അതിപ്പോൾ ഞാൻ കറി ആയി വന്നപ്പോൾ തന്നെ അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി ചൂടാറിയ ശേഷം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കൂടുതൽ സ്പൂൺ ഇട്ടൊന്നും ഇളക്കിയിട്ടില്ല, എടുത്ത പാടെ തന്നെ തണുപ്പാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചതാണ്. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുത്താൽ ഇപ്പോൾ ഗ്രീൻ പീസും തോരനും ഇത്തിരി അച്ചാറും ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ തലേ ദിവസം തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. പന്നമോള് വരികയാണ്, അപ്പോൾ ഇടിയപ്പം എടുക്കണ കാര്യം പറഞ്ഞൊന്ന് ഞാൻ വഴക്ക് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടൊക്കെ എടുത്തിട്ട് പോവാണ്. ഇച്ചിരി നേരമൊക്കെ വഴക്കിടുള്ളൂ കേട്ടോ, പക്ഷെ അവള് വഴക്കിട്ട എനിക്ക് ഭയങ്കര വിഷമമാണ്. വേറെ ആരും വഴക്കിട്ടാലും എനിക്ക് അത്ര തോന്നില്ല, പക്ഷെ എൻ്റെ മോൾ എന്നോടൊന്ന് പെണ്ണെങ്കിൽ എനിക്ക് സങ്കടം വരും. അപ്പം അത് അടുക്കളയിൽ ഇരുന്ന് തന്നെ രണ്ടുപേരും ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ എന്താ അപ്പം ജോക്കൂട്ടൻ വന്നവന് പിന്നെ ചോറ് അവന് ചോറ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കറിയില്ല കൊച്ചിനെ ചോറ് തീറ്റിക്കാൻ വല്ല വഴിയുണ്ടോയെന്ന്, ഇഷ്ടപ്പെടുത്തി എടുക്കാൻ വല്ല വഴിയുണ്ടോയെന്ന്. ഒരു രക്ഷയില്ല, ചോറൊന്നും കേൾക്കണതേ ഇഷ്ടമല്ല. ഇടിയപ്പം ദോശ ഇഡ്ഡലിയൊക്കെ ആണെങ്കിൽ അവൻ രാവിലെ പറയും അമ്മ അത് മതി, എനിക്ക് ഉച്ചക്ക് ചോറ് വേണ്ട, എനിക്ക് ഉച്ചക്ക് ചോറ് വേണ്ട എന്ന് പറയും. അപ്പോൾ ചേട്ടൻ പറഞ്ഞ് അത് തന്നെ കൊടുത്തു കേട്ടോ, എന്തായാലും അരിഭക്ഷണം തന്നെയാണല്ലോ അതൊന്നും പറയും. അപ്പം ഞാൻ അവന് ഇടിയപ്പവും ഗ്രീൻ പീസും വെക്കുകയാണ്. അന്നമോൾക്ക് കുറച്ച് അച്ചാറും അതുപോലെ തന്നെ രാവിലത്തെ നമ്മുടെ ഗ്രീൻ പീസ് കറിയും അല്ല അട്ടാണിക്കറിയും അതുപോലെ തന്നെ കുറച്ച് തോരനും കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അവന് 10 മണിക്ക് കഴിക്കാൻ സ്നാക്ക്, 10 മണിക്കൊന്നും അല്ലാട്ട് ഇവരത് വൈകിട്ട് കഴിക്കട്ടെ. പിന്നെ നമ്മൾ പറയുമ്പോൾ 10 മണിയുടെ സ്നാക്സ് എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ എന്താ ഒരു ബിസ്ക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതിൽ വെച്ചിട്ടുണ്ട്, പറഞ്ഞ് ഞാൻ എടുത്ത് കഴിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്രീം ബിസ്ക്കറ്റ്. വേറെ ബിസ്ക്കറ്റൊന്നും എനിക്ക് ഡാർക്ക് ഫാൻറ്റസി പോലുള്ള ബിസ്ക്കറ്റൊന്നും എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഈ പഴയ ബിസ്ക്കറ്റുകളില്ലേ, ക്രീം ബിസ്ക്കറ്റ്, പിന്നെ അതുപോലെ തന്നെ മിൽക്കി ഒരു ഇതുണ്ടല്ലോ ഒരു വൈറ്റ് കളറുള്ള, എനിക്കത് ഇഷ്ടമാണ്. പിന്നെ എനിക്ക് അങ്ങനെ എന്തിനുണ്ട്, എനിക്ക് ഡാർക്ക് ഫാൻറ്റസി പോലുള്ള ബിസ്ക്കറ്റൊന്നും എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ എൻ്റെ മക്കൾക്ക് ഇഷ്ടമാണ്. പക്ഷെ ഇപ്പോൾ ചോറ് പുതിഞ്ഞപ്പോൾ ഒരു മണ്ടത്തരം പറ്റി. അന്നമോള് ചോറ് ഒരു കറിപ്പാത്രം, ഇപ്പോൾ ജോക്കൂട്ടൻ ഞാൻ കറിപ്പാത്രം അതിൽ തന്നെയാണല്ലോ, അവൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. അവളുടെ ഒരു കറിപ്പാത്രവും കൂടി എടുത്ത് അവൻ്റെ കയ്യിൽ കെട്ടി വെച്ചു. പിന്നെ ഞാനതെടുത്ത് മാറ്റി വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഇത് സത്യം പറഞ്ഞ് ഇവള് വീഡിയോ എടുത്ത് ഞാൻ അറിഞ്ഞു, ഞാൻ അവനെ എന്തോ കുളിപ്പിക്കാനായിട്ട് അപ്പുറത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാണ് അവനെ കുളിപ്പിക്കുക, കാരണം അല്ലെങ്കിൽ അവൻ മുഴുവനും ദേഹത്തേക്ക് ആക്കും. അപ്പോൾ അവള് തന്നെ ക്യാമറ ഓണാക്കി വീഡിയോ എടുത്തതാണ്. ഞാനിത് ഇങ്ങനെ വന്ന് നോക്കിയപ്പോൾ മക്കൾ എടുത്തോ എന്ന് വെച്ചപ്പോൾ ഞാൻ എടുത്തമ്മ, അമ്മക്കപ്പോൾ അതും കൂടി വീഡിയോ ആയിട്ട് ഇടാലാന്നൊക്കെ പറയുകയാണെന്നിട്ട് അവള് തന്നെ എടുത്ത് ഇതൊക്കെ വെക്കും കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഒരു 5 വയസ്സ് കഴിഞ്ഞപ്പോൾ മുതൽ അവളുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ഒരു മടി വന്നത് എപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ 2019 കൊറോണ വന്നില്ലേ, 19 20 ആ വർഷം തന്നെയാണ് ജോക്കൂട്ടനും വന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു 1.5 കൊല്ലം സ്കൂളിൽ പോയിട്ടിരുന്നപ്പോൾ ഒരു കൊച്ചു മടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് പയ്യെ റെഡിയായി വന്നു. ഇപ്പം എനിക്ക് ഒന്നും നോക്കണ്ട, രാവിലെ അവളുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോളൂ. പക്ഷെ ഇപ്പം ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയത് മനസ്സിലായിട്ടില്ല. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തോ കാര്യം ഇങ്ങനെ പറഞ്ഞു, അവൻ ഇടിയപ്പം മാത്രമേ ഉള്ളൂ, അവൻ്റെ കറിപ്പാത്രമൊക്കെ അതിലാണ് വെച്ചിരിക്കണേന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു അയ്യോ അമ്മ എന്നാൽ കറിപ്പാത്രം തെറ്റിപ്പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗതാക്കുകയാണ്. പൊരുത്തൻ പൗഡർ ഇടാൻ വേണ്ടി 2 ഡപ്പയും കൊണ്ടുവന്ന് വെച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ വന്നപ്പോഴത്തേനും കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ ഏട്ടനും കൂടി ഒന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവൻ്റെ സോക്സൊക്കെ ഇടിയിക്കുകയാണ്. അതിനെന്ത്, ഇവന് ഞാൻ കറിയൊന്നും വെച്ചിട്ടില്ല, ഇവന് ചോറ്റും പാത്രം മാത്രമേ ഉള്ളൂ. ഇവനൊന്നുമില്ല, ഇവനൊരൊറ്റ പാത്രം കറി അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് വെച്ചേക്കണത് ഏട്ടാ. അന്നെ ഇടയിൽ വെക്കിട്ടാ. ഇനി എന്താ ഷൂ എന്തേ, വാ വാ വാ. ഇന്നൊന്നും വരില്ല, ഞാൻ അടുത്ത ചൊവ്വാഴ്ച വരുള്ളൂ. ചക്കന്റെ കാര്യം എനിക്ക് ഇവിടെ ഞാൻ വെറുതെ കാലിലേക്കിരിക്കണം. ഇട്ടിട്ട കാല് നീ പോണില്ലേ സ്കൂളില്?
അപ്പോൾ ഏട്ടനവർക്ക് കുറച്ച് പൗഡർ ഇട്ട് കൊടുത്തപ്പോൾ ഐലൈനർ വെച്ചിട്ടൊരു പൊട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഡാമേജ് ആയ സങ്കടമാണ് ഇപ്പോൾ കാണിച്ചത്. അപ്പോൾ ഞാൻ പൗഡർ ഇട്ടപ്പോൾ എന്നെ കളിയാക്കാണ്, നീ നിന്റെ മോനെ കഥകളിക്ക് വിടാൻ ഓടിയുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് പൗഡർ ഇട്ടെൻ്റെ മൊത്തം തേച്ച് വെച്ചിട്ട് പോയതാണ് ഇപ്പോൾ കണ്ടത്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത് മുടിയൊക്കെ ഒന്ന് വാരി കൊടുക്കുമെന്ന് പറഞ്ഞു. അവനെ റെഡിയാക്കാന്ന് വെച്ചാൽ ഭയങ്കര ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകും. പക്ഷേ അവൻ സ്നേഹമുള്ള മോനാണ് കേട്ടോ. രാവിലെ പിന്നെ നമ്മളിട്ടൊന്ന് വട്ടാക്കുക എന്നുള്ളത് അവൻ്റെ ഒരു ഇതാണല്ലോ. അപ്പോൾ മുടി വാരണത് അവൻ്റെ തലയിലൊരു വരയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ മുടിയൊക്കെ വെട്ടുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഇസെറ്റ് പോലെയൊക്കെ വരയ്ക്കില്ല. അപ്പോൾ അതേപോലെ എന്തോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ ആ പാട് നോക്കി വരക്കുകയാണ്. പക്ഷെ ആദ്യം വാരി വെച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ആ ചൈന കൊച്ചിനെ പോലെ ഉണ്ടല്ലോ. അങ്ങനെ ചുമ്മാ തമാശയൊക്കെ പറഞ്ഞ രാവിലെ ഒരു ബഹളമാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും എടുക്കലും പിടിക്കലും കുളിപ്പിക്കലും എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട. അപ്പം ഞാൻ അങ്ങനെ ദാ അംഗം വെട്ടുമൊക്കെ കഴിഞ്ഞ് ദാ നമ്മുടെ പടന്മാരും രാജാവും ഒക്കെ പോവാണ്. അങ്കത്തട്ടിലെ യോദ്ധാക്കന്മാരൊക്കെ പോവാണ്. ഇനിയിപ്പോൾ യുദ്ധഭൂമിയിൽ ഞാൻ മാത്രം. അപ്പോൾ ഞാൻ ദാ അങ്ങനെ ഉമ്മയൊക്കെ കൊടുത്ത് ടാറ്റയൊക്കെ കൊടുത്ത് വിടാണ്. ഏട്ടൻ വന്നിട്ട് ഏട്ടനും പിന്നെ ഓഫീസിലേക്ക് തിരിച്ചു പോകും. അപ്പോഴാണ് നമ്മൾ കഞ്ഞി അടപ്പത്തിട്ടിട്ടുണ്ടായല്ലോ എന്ന് ഓർത്തത്. അപ്പോൾ ഈ ഒരു നേരം കൊണ്ട് ഒരു 1.5 മണിക്കൂർ കൊണ്ട് തന്നെ ചോറ് നല്ല അടിപൊളിയായിട്ടാവും കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ അകത്ത് കൊണ്ടുപോയി അത് വാർത്തെടുക്കുകയാണ്. ഇപ്പം എനിക്ക് വാർക്കാനുള്ള പേടിയൊക്കെ കുറേയൊക്കെ കുറഞ്ഞു കേട്ടോ. ഞാനിപ്പോൾ മറ്റേ ഒരു വാർക്കുന്നൊരു സാധനമില്ല, ഒരു സ്റ്റീലിൻ്റെ ഒരു കമ്പി പോലെ വെച്ചിട്ടൊരു സാധനം ഉണ്ട്. അപ്പോൾ അതൊക്കെ മേടിക്കണം എന്ന് ഓർക്കുകയാണ്. അപ്പോൾ പിന്നെ ഞാനിവിടെ പണിക്കാരൊക്കെ വരുമ്പോഴത്തേനും ഞാൻ ജനലൊക്കെ അടച്ചിടും. എനിക്ക് ഭയങ്കര ചമ്മലാണ് അവരുടെ മുമ്പിൽ നിന്ന് അടുക്കള, കാരണം മേളിൽ നിന്ന് നമ്മുടെ അടുക്കള കാണാവേ. അപ്പോൾ എനിക്കൊരു ചമ്മലാണ്. അപ്പോൾ ജനലൊക്കെ ഞാൻ അടച്ചിടും. പിന്നെ ഇതാ ഒരു ലോഡ് പാത്രങ്ങൾ കഴുകാനുണ്ട്, അതൊക്കെ ഒന്ന് കഴുകട്ടെ. അപ്പൊ നമ്മുടെ ചാനലിലേക്ക് പുതുതായിട്ട് വന്ന ആരെങ്കിലും ഉണ്ടോ? സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആ ബെൽ ബട്ടൺ അങ്ങ് പ്രസ് ചെയ്തേക്കാം, ടോൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. ടാറ്റാ.